ആ ഒരു സ്വാതന്ത്ര്യം. എന്താ കാരണം? എന്താ ലക്ഷ്യം? ഇതൊന്നുമല്ല അല്ലാതെ. മനസ്സിലായില്ലേ? പിന്നെ എന്തിനാ ഇതൊക്കെ മെനക്കെടുന്നത്? അന്ധകരണത്തിൽ ശുദ്ധി ഉണ്ടാവാൻ വേണ്ടിയാണ്, രാഗദ്വേഷ സമ്മർദ്ദം ജയിക്കാൻ വേണ്ടിയാണ്, മിഥ്യാചാരനായി പോവാതിരിക്കാൻ വേണ്ടിയാണ്. സംഗതി മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ ചെയ്യണമെന്നില്ല, അല്ലാതെ ഇതൊന്നുമല്ല എൻ്റെ കാര്യം. മുക്തസംഗ. ഒരാള് ഒരു ആപ്ലിക്കേഷൻ അയച്ചത് ഇന്റർവ്യൂവിന് വിളിച്ചു. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരാള് ആപ്ലിക്കേഷൻ അയച്ചപ്പോൾ ഇന്റർവ്യൂവിന് വിളിച്ചു. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിലാണ്. പക്ഷെ ബൈ ദ ടൈം ഇദ്ദേഹത്തിന് വിദേശത്ത് പോവാനുള്ള ചാൻസും കിട്ടി. അതാണെങ്കിലോ സെക്യൂർഡ് ജോബാണ്. ക്വാളിഫിക്കേഷനൊക്കെ കണ്ട് അവർ വളരെ താല്പര്യത്തോടുകൂടി ഇയാളെ കൊണ്ടുപോകാൻ വേണ്ടി യാത്രാ ചെലവും എല്ലാം വഹിക്കുന്നു. അവിടെ വലിയ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ട്. ദാറ്റ് ഈസ് അഷ്വേർഡ്. കേട്ടില്ലേ? അപ്പോഴാണ് ഇയാൾക്ക് ഇവിടെ നാട്ടിലൊരു ഓർഡർ കിട്ടിയത്. അയാൾ ഇന്റർവ്യൂവിന് പോവില്ല എന്ന് വെക്കണില്ല, എക്സ്പീരിയൻസ് അല്ലേ. അവിടെ പോയിരുന്നു. ഈ ബോർഡിനാണെങ്കിൽ ഇപ്പൊക്കെ മാറ്റം വരുന്നുണ്ടെന്നാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചോദിക്കും, ഫ്രം ഇങ്ങനെ കുറേ ശരശരമെന്ന് ചോദ്യങ്ങൾ. അദ്ദേഹം പറഞ്ഞു, നമ്മൾ എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യണത്? അതൊക്കെ ഞാൻ തന്ന ആപ്ലിക്കേഷൻ ഫോമിലുണ്ടല്ലോ, ആ ഫയലാണ് മുന്നിലിരിക്കുന്നത്, അത് സൗകര്യം പോലെ നിങ്ങൾ നോക്കിയാൽ. ഇതൊന്നും പറഞ്ഞപ്പോൾ ഈ ബോർഡിന് വലിയ താല്പര്യം തിരക്കിടില്ലല്ലോ. അതെ, ഈ ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ കാരണം എന്താ? ഞാൻ കുറച്ച് കാലമായിട്ട് ഈ ഫേമിന്റെ ഒരു പ്രോഗ്രസ് ഇങ്ങനെ വിലയിരുത്തിയിരുന്നു. ശരിക്കും ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് നത്തിങ്. ഐ തിങ്ക് എനിക്കിവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്താ കാര്യം? ഈ ഇന്റർവ്യൂവിൽ ജയിക്കുക എന്നുള്ള ഇയാൾക്ക് ഒരു വിഷയമല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഫുൾ കോൺഫിഡൻസ്. മറ്റേത് ഉറപ്പാ. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകേണ്ടത്. അതുവരെ ഇവിടെ ചെയ്യാം. അതാവും പോലെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഒരു സാധകന്റെ മാനസികാവസ്ഥ. സാധകൻ ഇതിന്റെ നേട്ടകോട്ടമൊന്നുമല്ല വിഷയം. അന്ധകരണശുദ്ധി ജ്ഞാനം. അപ്പൊ മനസ്സിൽ കുറെ സമ്മർദ്ദമുണ്ട്, അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കർമ്മയോഗം. ഇത്രയും വ്യക്തമായി വിചാരിക്കട്ടെ. എന്നാ സ്വാമി ഒരു സത്യം പറയട്ടെ, ഞങ്ങളിപ്പോ അതിനൊന്നും അല്ല വന്നത്. കേട്ടില്ലേ? മുക്തിക്ക് വേണ്ടി വന്നു. വേണ്ട, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് ചെയ്യാൻ എന്തായാലും തീരുമാനിക്കും. കൂടുതൽ ബന്ധനം ഇതുകൊണ്ട് ഉണ്ടാവാതിരിക്കട്ടെ, അതിനും കരുതൽ പുലർത്തിക്കൂടെ? അപ്പൊ ഈ സന്ദേശം നമുക്ക് ഉപകാരപ്പെടും. വലിയ മോക്ഷമൊന്നും ലക്ഷ്യമിട്ടിട്ടില്ലെങ്കിൽ പോലും ഇനി പറയുന്ന പല കാര്യങ്ങളും അങ്ങനെ പരിഗണിക്കാവുന്നതാണ്. ക്ലിയർ? ഇപ്പൊ യജ്ഞാർത്ഥം കർമ്മം ചെയ്യാനാണ് നിർദ്ദേശം. അപ്പൊ ഇപ്പൊ എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്? യജ്ഞാർത്ഥമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് പറഞ്ഞുതരട്ടെ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ? യജ്ഞാർത്ഥം എന്ന് പറഞ്ഞാൽ യജ്ഞോ വൈ വിഷ്ണു. യജ്ഞം എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നാണ് അർത്ഥം. വിഷ്ണു എന്ന് പറഞ്ഞാലോ എങ്ങും വ്യാപിച്ചിരിക്കുന്ന തത്വം. അപ്പൊ യജ്ഞാർത്ഥ കർമ്മം എന്നുള്ളതിന് മറ്റൊരു പ്രയോഗം എന്താണ്? എങ്ങും വ്യാപിച്ചിരിക്കുന്ന വിഷ്ണുവിന് വേണ്ടി ചെയ്യുക. നമുക്ക് വളരെ സുപരിചിതമായ ഒരു പദപ്രയോഗം എന്താണ്? ഈശ്വരാർപ്പണം.
അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തു വരുന്നതോ അഹങ്കാരാർത്ഥം എന്നതാണ് വൈകൃതം. ഇപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? അഹങ്കാരാർത്ഥം. പകരം ആർക്ക് വേണ്ടി ചെയ്യണം? വിഷ്ണുവിന് വേണ്ടി. വിഷ്ണു തന്നെയാണ് എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിൽ വസിക്കുന്നത്. അതുകൊണ്ട് വിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോൾ അന്തര്യാമി അർത്ഥം എന്ന് പറയാം. ഇപ്പൊ ചെയ്യുന്നത് അഹങ്കാരാർത്ഥമായിട്ടാണ്. അത് നമ്മൾ എന്താക്കി മാറ്റണം? അന്തര്യാമി അർത്ഥം, വിഷ്ണു അർത്ഥം, ഈശ്വരാർപ്പണം. ഇത്രയും മനസ്സിലായോ? അപ്പൊ കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഉദ്ദേശം എന്തായിരിക്കണം? അനേന ആരാധനേന ഭഗവാൻ സർവാത്മകഃ പ്രീയത. അനേന ആരാധനേന ഭഗവാൻ സർവാത്മകഃ പ്രീയത. ഇതായിരിക്കണം മുന്നിൽ വയ്ക്കേണ്ടത്. ഇങ്ങനെ ഓരോ കർമ്മവും ചെയ്യൂ. പ്രായോഗികമായിട്ട് മനസ്സിലാവണില്ലേ? ഇവിടെ 9ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്ത് പറഞ്ഞു തന്നിരിക്കുന്നു? ബന്ധനമുക്തിക്കുള്ള ഉപായം പറഞ്ഞു തന്നിരിക്കുന്നു. എന്താ ബന്ധനമുക്തിക്കുള്ള ഉപായം? യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഗസമാചര. ക്ലിയർ അല്ലേ? അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ എന്താ പറയുന്നത്? ശ്രദ്ധിക്കാം. സഹ യജ്ഞാ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമധുക്. ധർമ്മത്തിന്റെ ലക്ഷണം പറഞ്ഞ സമയത്ത് അഭ്യുദയം എന്ന് പറഞ്ഞല്ലോ. അഭ്യുദയത്തിന് കാരണമായ രീതിയിൽ ചെയ്യണം എന്നാണ്. അഭ്യുദയം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ പ്രോഗ്രസ്, ഭൗതിക സമൃദ്ധി, പ്രോസ്പെരിറ്റി, അത് ലക്ഷ്യമാക്കി ചെയ്യണം. അതാണ് ധർമ്മത്തിന്റെ ലക്ഷ്യം. ഓക്കെ, ആ വിഷയത്തിൽ ഭഗവാൻ പറയുന്നു, സഹയജ്ഞാ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമധുക്. എല്ലാവരെയും എങ്ങനെയാണ് പ്രജാപതി സൃഷ്ടിച്ചത്? ഇവിടെ പ്രജാപതി എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിക്കും അതിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും പോഷണത്തിനും വിലയനത്തിനും ഒക്കെ കാരണമായിരിക്കുന്ന തത്വത്തെയാണ് പ്രജാപതി എന്ന് വിശേഷിപ്പിക്കുക. Some kind of power behind everything. നാൻമുഖനായിട്ടൊക്കെ അങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു. കേട്ടില്ലേ? പ്രജാപതി എങ്ങനെയാണ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്? സഹയജ്ഞ. എന്താ അർത്ഥം? യജ്ഞസഹിതമാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യജ്ഞഭാവന നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അന്തർഹിതമാണ്. ഇറ്റ് ഈസ് ഇൻഹറന്റ്. ഇന്നത്തെ ഭാഷയിൽ യജ്ഞ സോഫ്റ്റ്വെയറോട് കൂടിയാണ് നമ്മളെല്ലാവരും, ഇൻബിൽറ്റ് സോഫ്റ്റ്വെയർ ആണ് ഇത് യജ്ഞം. യജ്ഞം എന്ന് പറഞ്ഞാൽ യജ്ഞ സ്പിരിറ്റ്. എന്താ യജ്ഞ സ്പിരിറ്റ് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. മനസ്സിലാവുണ്ടോ പറയുന്നത്? അപ്പൊ ഇൻബിൽറ്റ് ആയിട്ടാണ് നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചത്. ഏതാണ് ഇൻബിൽറ്റ് സിസ്റ്റം? യജ്ഞ സിസ്റ്റം. ക്ലിയർ? എന്നിട്ട് പ്രജാപതി ഓരോരുത്തരോടും പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ കേട്ടുവോ? എന്താ പ്രജാപതി പറഞ്ഞത്? അനേന. അനേന എന്ന് പറഞ്ഞാൽ ഇതിനാൽ. ഏതിനാൽ? യജ്ഞത്താൽ. പ്രസവിഷ്യധ്വം.
പ്രസവമുള്ളവർ പ്രസവത്തെ ചെയ്യൂ, നിങ്ങൾ പ്രസവത്തെ സാധിപ്പിൻ. പ്രസവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രസവോ വൃദ്ധി, ഐശ്വര്യ സമൃദ്ധി. ഓക്കെ, അപ്പൊ നിങ്ങളെ എല്ലാവരെയും എങ്ങനെയാ സൃഷ്ടിച്ചത്? യജ്ഞസഹിതന്മാരായിട്ട്. സോ വാട്ട് യു ഹാവ് ടു ഡു, ജസ്റ്റ് ഇൻവോക്ക് ദാറ്റ് സോഫ്റ്റ്വെയർ ആൻഡ് ഡു തിങ്സ്. കേട്ടില്ലേ? ആ സോഫ്റ്റ്വെയർ ഓപ്പറേഷനിലാക്കണം, ആ സോഫ്റ്റ്വെയർ ഫങ്ഷണലാക്കണം. പലരും അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവർക്ക് പലതരത്തിലുള്ള പാപങ്ങളും ഉണ്ടാകുന്നു, പലതരത്തിലുള്ള സങ്കടങ്ങളും ഉണ്ടാകുന്നു, പലതരത്തിലുള്ള ഭയങ്ങളും ഉണ്ടാകുന്നു. ക്ലിയർ? ഇതങ്ങോട്ട് ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാലോ യു വിൽ ബി എ ഡിഫറെന്റ് പേഴ്സൺ. തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, ഇനി ഇത് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്താ യജ്ഞസഹിതമായിട്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം? എങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞത്? യജ്ഞ സോഫ്റ്റ്വെയർ ഇൻസേർട്ട് ചെയ്തിട്ടാണ്, ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ്. കേട്ടില്ലേ? അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ഇവിടെ യജ്ഞം എന്ന് പറഞ്ഞാൽ സ്നേഹം, നന്ദി, സഹകരണാത്മകത, സമർപ്പണം എന്നൊക്കെയാണ് അർത്ഥം. പറയൂ. സ്നേഹം, നന്ദി, സഹകരണാത്മകത. സഹകരണാത്മകത എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ടു കോപ്പറേറ്റ്. കേട്ടില്ലേ? സഹകരണം. പിന്നെയോ സമർപ്പണം. യു ആർ റെഡി ടു സറണ്ടർ. ഈ ആസ്പെക്ട്സ് ഒക്കെ ചേർന്നതാണ് യജ്ഞ സ്പിരിറ്റ്. കേട്ടില്ലേ? സേവന സന്നദ്ധത, ഇതൊക്കെ ചേർന്നതാണ്. സ്നേഹവും നന്ദി ഉണ്ടെങ്കിൽ സേവന സന്നദ്ധത ഉണ്ടാവും. അവിടെ സഹകരിക്കാൻ തയ്യാറാവും, സമർപ്പണത്തിന് തയ്യാറാവും. ഓക്കെ, ഇങ്ങനെ ഒരു സ്പിരിറ്റ് നമുക്ക് ഉണ്ടോ എന്ന് ചോദ്യം. ഉണ്ട് എന്നാണ് ഉത്തരം. അപരനൊരു ഉപകാരം ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആരോ മന്ത്രിക്കുന്നില്ലേ, ചെയ്തു കൊടുക്കൂട്ടോ. ശരിയല്ലേ? കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ചെയ്തു കഴിഞ്ഞാലോ ആരോ ഉള്ളിലിരുന്ന് നമ്മളോട് പറയണില്ലേ, നന്നായിണ്ട് കേട്ടോ, ഇപ്പോഴാ താനൊരു എന്ന് പറയുന്ന കേട്ടില്ലേ? ഇതാണ് യജ്ഞ സ്പിരിറ്റ്. അതെല്ലാവരുടെ ഉള്ളിലുണ്ട്. ചെയ്താൽ നമുക്ക് വലിയൊരു സമാധാനം തോന്നും. നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് മുന്നിൽ പോകുന്ന ഒരാളുടെ പേഴ്സ് താഴെ വീണ് കിടക്കുന്നത് കണ്ടു. എടുത്തു നോക്കിയപ്പോഴോ സാമാന്യം ഭേദപ്പെട്ട കാശ് അതിനകത്തുണ്ട്. ഒട്ടനെ നമ്മിലെ അഹങ്കാരി പറയും, എന്ത് പറയും? ശ്രദ്ധയില്ലാത്തവൻ പോയി തൊലയട്ടെ, ഇതെനിക്ക് ഭഗവാൻ തന്ന വരദാനാണ്, യൂസ് ഇറ്റ്. പക്ഷെ യജ്ഞപുരുഷനുള്ളിൽ ഇരുന്നുകൊണ്ട് എന്ത് പറയും? കൊണ്ടു കൊടുക്കിസ്റ്റ, അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കി, അയാൾക്ക് അവകാശപ്പെട്ടതല്ലേ, വല്ലം എന്താ ഹോസ്പിറ്റലോ മറ്റോ പോകുമായിരിക്കും. ചെയ്തു കഴിഞ്ഞാലോ ഉള്ളിലിരുന്നുകൊണ്ട് വെൽ ഡൺ, യജ്ഞ സ്പിരിറ്റ്. അതിന് വിപരീതമായിട്ട് ചെയ്താലോ നരകിക്കും, നരകിക്കും. ഇങ്ങനെ കേൾക്കാം. സന്ദേശം മനസ്സിലായോ? ഇനി നമുക്ക് സന്തോഷം കിട്ടിയ സന്ദർഭങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഉപകാരം ചെയ്തപ്പോൾ ഇത് പ്രകൃതിയിലുടനീളമുണ്ട്. അവരുടെ ഉപകാരം ചെയ്യാം. ഒരു മാവിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യുത്പാദന വിഷയകമായിട്ട് 1-2 മാങ്ങ ധാരാളം മതി, ഇല്ലേ? പക്ഷെ എത്രയോ മാങ്ങേണ്ടവിടെ. എന്തിനാ? ബാക്കിയുള്ളവർക്ക് ഉപകാരമുണ്ട്. പ്രകൃതിയിൽ മുഴുവൻ ഈ വിഷയമുണ്ട്.
സഹയജ്ഞ എന്നുള്ള പ്രയോഗം വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവർക്കും സ്നേഹിക്കാനും സഹായിക്കാനും സഹകരിക്കാനും സമർപ്പിക്കാനും ഒക്കെയുള്ള താല്പര്യം തീവ്രമായിട്ടുണ്ട്. ആ സോഫ്റ്റ്വെയർ ഫങ്ഷണലാക്കി വെച്ചാൽ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും. Is it clear? സഹയജ്ഞാ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവേഷ്യധ്വം ഏഷ്ടവോഷ്ടിഷ്ടകാമധുക് ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ. അടുത്തത് ഈ യജ്ഞ സ്പിരിറ്റിന്റെ ഒരു ശരിയായ ഭാവത്തെ കുറച്ചുകൂടി വ്യക്തമാക്കി ഭഗവാൻ പറഞ്ഞു തരിക. എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഭഗവാൻ പുരോഗമിക്കുന്നത് നോക്കൂ. യജ്ഞ സ്പിരിറ്റിനെ ഒന്നുകൂടി വ്യക്തമാക്കി തരിക. എന്താ ഭഗവാൻ പറയുന്നത്? ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരം അവാപ്സ്യഥ. പ്രജാപതിയുടെ വചനം തുടരുകയാണ്. പ്രജാപതി പറയുന്നു, എന്താ പ്രജാപതി പറയുന്നത്? ദേവന്മാർ നിങ്ങളെ ഭാവിക്കുന്നു. ദേവന്മാർ എന്ന് പറഞ്ഞ വിവിധ പ്രകൃതി ശക്തികൾ. ദേവാൻ ഭാവയതാനേന, ദേവന്മാർ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. വിവിധ പ്രകൃതി ശക്തികൾ, സൂര്യനും കാറ്റും മഴയും മഞ്ഞും വെയിലും സമുദ്രവും പർവ്വതവും വാട്ട് നോട്ട്. ക്ലിയർ? അവര് നമ്മളെ ഭാവിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ദേവാൻ ഭാവയതാനേന അനേന യജ്ഞഭാവേന തേ ദേവാ ഭാവയന്തു വഃ. വഹ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ദേവന്മാരെ ഭാവിക്കണം എന്ന് പറഞ്ഞാൽ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി, പോഷണത്തിന് വേണ്ടി ഉത്സാഹിച്ചോളാം. ചൂഷണം ചെയ്ത് കളയരുത്, എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. ഒരു ചെടിയിൽ നിന്ന് വേണ്ട വിഭവം ശേഖരിക്കുമ്പോൾ ആദ്യം പോയിട്ട് പ്രാർത്ഥിച്ചു ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സമ്പ്രദായം. യജ്ഞ സമ്പ്രദായത്തിൽ അങ്ങനെ. എന്താ പ്രാർത്ഥന? ഞാൻ എനിക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കുകയാണ്, ദൈവം ഇത് എത്രയും വേഗം ഇത് റീഫില്ല് ചെയ്യണം. അതിന് വേണ്ടുന്ന വെള്ളവും വളവും ഒക്കെ കൊടുക്കുകയും ചെയ്യും. ഈ സമ്പ്രദായത്തിന് പറയുക ദോഹനം എന്നാണ്. പറയൂ. അതിന്റെ മറുവശം ചൂഷണമാണ്. ഒന്ന് എക്സ്പ്ലോയിറ്റേഷൻ ആണ്, മറ്റേതാകട്ടെ വേണ്ടതൊക്കെ കൊടുത്തതിന് ശേഷം സ്വീകരിക്കുക. അപ്പൊ അവിടെ എന്തുണ്ട്? പരസ്പര പോഷക സമീപനമുണ്ട്. വ്യക്തമാവുന്നില്ലേ? We nurture them, they bless us, they bless us. മനസ്സിലായില്ലേ? ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ. ഇപ്രകാരം പരസ്പരം നമ്മൾ സമർപ്പണത്തെ ചെയ്യുന്നു, പോഷിപ്പിക്കുന്നു, അനുഗ്രഹത്തെ സ്വീകരിക്കുന്നു. ശ്രേയഃ പരം അവാപ്സ്യഥ. അങ്ങനെ നിങ്ങൾക്ക് പരമശ്രേയസ് ഉണ്ടാകട്ടെ എന്നാണ് പ്രജാപതി പറഞ്ഞത്. അങ്ങനെ ഒരു പ്രജാപതി പറഞ്ഞിട്ടുണ്ടോ? എപ്പോ? ജനിച്ചപ്പോ തന്നെ. ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. എന്താ അറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ചെവി പറഞ്ഞു എന്നല്ല അർത്ഥം. നമ്മുടെ ഓരോ തോന്നലുകളുടെ പിറകിലും അതുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ആ അന്തഃപ്രേരണയോട്, ഉള്ളിൽ നിന്ന് വരുന്ന തോന്നലിനോട് നീതി പുലർത്താൻ തയ്യാറായാൽ മതി. സംഗതി വ്യക്തമായോ? ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തെ യജ്ഞഭാവിതാഃ
തൈർദത്താനപ്രദായേഭ്യഃ യോ ഭുങ്ക്തേസ്തേന ഏവ സഹ. ഇഷ്ടാൻ ഭോഗാൻ, നമുക്ക് വേണ്ടുന്ന എല്ലാ വിഭവങ്ങളെയും ദാസ്യന്തേ, പ്രദാനം ചെയ്യുന്നു. ആര്? ദേവന്മാര്. എങ്ങനെയുള്ള ദേവന്മാര്? യജ്ഞഭാവിതാഹ, യജ്ഞത്താൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട പോഷിപ്പിക്കപ്പെട്ട ദേവന്മാര്. ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം, അപ്പൂപ്പൻ നട്ടു വളർത്തിയ തെങ്ങിന്റെ കായ്ഫലം, ഇളനീര്, തേങ്ങ പേരക്കുട്ടിയൊക്കെ കിട്ടും. ഈ ചിത്രം മനസ്സിലായോ? ഇത് നിങ്ങൾ എല്ലാ കാര്യത്തിലേക്കും വ്യാപിപ്പിച്ച് മനസ്സിലായിക്കൊള്ളണേ. ചെറിയ ഉദാഹരണം പറയും. അപ്പൂപ്പൻ നട്ടു വളർത്തിയ തെങ്ങിന്റെ കായ്ഫലം കിട്ടിയതാർക്ക്? പേരക്കുട്ടിയൊക്കെ. അപ്പൂപ്പൻ അത് ചിലപ്പോൾ കിട്ടില്ല. അതിനുമുമ്പ് അങ്ങേരെ വിക്കറ്റ് പോയി, കേട്ടില്ലേ? അങ്ങേരെ വിട്ടു. അത് അപ്പൂപ്പൻ തെങ്ങ് നട്ടു വളർത്തി എന്നുള്ളതാണ് യജ്ഞം കൊണ്ട് ഭാവിച്ചു എന്ന് പറഞ്ഞതിന്റെ സാരം. അത് മനസ്സിലായില്ല? അങ്ങനെ യജ്ഞം കൊണ്ട് ഭാവിക്കപ്പെട്ട തെങ്ങ് എന്ന ദേവൻ നമുക്ക് ഇളനീര് തരുമ്പോൾ ഇഷ്ടാൻ ഭോഗാൻ ഹി വഹ ദേവാഹ ദാസ്യന്തേ വഹ, നിങ്ങൾക്ക് ദേവാന്മാര്, യജ്ഞഭാവിതന്മാരായിട്ടുള്ള ദേവന്മാര് ഇഷ്ടഭോജ്യത്തെ പ്രദാനം ചെയ്യുമ്പോൾ തൈഹി ദത്താൻ അപ്രദായേഭ്യഃ യോ ഭുങ്ക്തേ, അവരാൽ നൽകപ്പെട്ടതിനെ തിരിച്ചു നൽകാതെ ആര് ഭുജിക്കുന്നുവോ അവൻ കള്ളനാകുന്നു. ഇതിൽ പരം ഒരു സാമൂഹിക നീതിശാസ്ത്രം വേറെ ഉണ്ടോ ചോദിക്കും. നേരത്തെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലൊക്കെ വിശ്വസിച്ചവര് ചിലപ്പോ സന്യസിച്ചു വന്നു കഴിഞ്ഞാൽ പറയൂ, കൃഷ്ണനാണ് നല്ല കമ്മ്യൂണിസ്റ്റ്. എന്താ കാര്യം? സാമൂഹിക സമത്വ നീതിയെ സംബന്ധിച്ച് സംസാരിച്ചിരിക്കുന്നു. ദേവന്മാര് തന്നതിനെ തിരിച്ചു കൊടുക്കാതെ എടുത്ത് കഴിക്കുന്നവൻ ആരാണ്? കള്ളൻ. അപ്പൊ നമ്മുടെ സമീപനം എന്തായിരിക്കണം? എടുക്കുന്നതിലധികം കൊടുക്കണം, അനുഭവിക്കുന്നതിൽ കൂടുതൽ ഉത്പാദിപ്പിക്കണം. വ്യക്തയോ? ഇഷ്ടാൻ ഭോഗാൻ ഹി ഭോ ദേവാഃ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർതാൻ അപ്രദായേഭ്യഃ യോ ഭുങ്ക്തേസ്തേന ഏവ സഹ. സഹസ്തേനഃ, അവൻ കള്ളനാകുന്നു. ഇപ്പൊ നമ്മൾ കള്ളന്മാരാവാതിരിക്കാൻ എന്ത് സ്വീകരിച്ചാലും അതിന്റെ ഇരട്ടി മറുവശത്ത് കൊടുക്കണം. എടുക്കുന്നത് പോലെ ആവില്ല നമ്മൾ കൊടുക്കുന്നത്. കൊടുക്കുന്നത് വേറെ പ്രകാരത്തിൽ. പരസ്പരം ഭാവയന്ത. ഇത് വ്യാഖ്യാനിക്കുമ്പോൾ ഒരു രസികൻ സ്വാമിയുടെ സ്വകാര്യം എന്ന് പറയും, ഇപ്പൊ പരസ്പരം പാരയന്ത, പൊരിഞ്ഞ പാരയാണ്. അത് വേണ്ടാന്ന് പറയും. പരസ്പരം ഭാവയന്ത, പരസ്പരം പോഷിപ്പിക്കും. അപ്പൊ ദേവന്മാരെ കുറിച്ച്, വിവിധ പ്രകൃതി ശക്തികളെ കുറിച്ച് നമുക്ക് പരിഗണന ഉണ്ടാവണം. ശ്വസിക്കാൻ മൂക്കിന്റെ തുമ്പിൽ വായു സജ്ജമാക്കി തരുന്ന ശക്തിയോട് ആദരവുണ്ടാവണം. വെള്ളവും സൂര്യപ്രകാശവും ഒക്കെ നമുക്ക് കിട്ടുന്നില്ലേ? ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു കരുതലുണ്ടാവണം, നന്ദി ഉണ്ടാവണം, സ്നേഹം ഉണ്ടാവണം. കേട്ടില്ലേ? ഇനി മറ്റുള്ളവർക്ക് കൊടുക്കാതെ കഴിക്കുന്നവൻ തിന്നുന്നത് പാപമാണെന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. യജ്ഞശിഷ്ടാശിനഃ സന്തഃ മുച്യന്തെ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വഘം പാപാഃ
പാപാഹ പാപഭക്ഷകരാകുന്നു. കള്ളന്മാര് കൊണ്ടുപോയി തിന്നുന്നത് എന്താണ്? പാപം. അപ്പൊ നമ്മളൊരു തീരുമാനം എടുക്കണം. എന്താ അത്? നമ്മൾ പാപഭക്ഷകരാവില്ല, കള്ളന്മാരാവില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മെ നാമാക്കിയ ചുറ്റുപാടിനോട് പ്രതിബദ്ധതയോടെ ആവും പോലെ ചെയ്യാൻ തയ്യാറാവണം. സന്ദേശം വ്യക്തമാണ്. ഇനി ഭഗവാൻ പറയുന്നു, ന കേവലം പ്രജാപതി വചനാദേവ. പ്രജാപതി പറഞ്ഞുകൊണ്ട് മാത്രല്ല കേട്ടോ, ഈ ലോകത്തെ ഒന്ന് നോക്കൂ. ഇതിന്റെ നിലനിൽപ്പ് യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണ്, പരസ്പര സഹകരണത്തിൽ പ്രതിഷ്ഠിതമാണ്. ആശയം അതിഗംഭീരമായിട്ടാണ് 14, 15, 16 ശ്ലോകങ്ങളിൽ വ്യക്തമാക്കിയത്. അത് നമുക്ക് നാളെ കാണാം. വളരെ ഗംഭീരമായിട്ടുള്ള ശ്ലോകമാണ്. ഓക്കെ, കൃത്യസമയത്ത് തന്നെ വരും. അതുപോലെ വരുമ്പോ ഈ ഇടയ്ക്ക് കസേര ഒഴിവില്ലാതെ ഇരിക്കാൻ വീണ്ടും വീണ്ടും നിർബന്ധിക്കട്ടെ. അതൊരു ശ്രവണത്തിന്റെ വിഷയത്തിലുള്ള ഒരു അച്ചടക്കം. ഓക്കെ, അതിനൊരു